കോമഡിക്കാര് പറയുന്നല്ലോ ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിക്കാനുള്ളതാ. അതെന്തോ കുഞ്ഞോ? എന്തിനാ കുഞ്ഞോ? എന്തിനാ? ഇതിനെ തുപ്പാൻ തേക്കുന്നത് ഒന്നും രണ്ടും അല്ല. ബാക്കിയുള്ളതിന് ഇവിടെ വെറും 90 രൂപയുടെ പേസ്റ്റ്, അവർക്ക് 150 രൂപയുടെ പേസ്റ്റ് ഇട്ടാ തേക്കുന്നു. ഇത് ചേച്ചിയുടെ ഹെൽമെറ്റ് ഇവിടെ വെച്ച് കാണിച്ചേ. അതെല്ലാം കിട്ടുന്നു. ചേച്ചി ഏതേലും എന്താ ജാനിക്കുട്ടിക്കും കുഞ്ഞോനും മോനുകുട്ടനും എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുതന്നു. എന്തൊക്കെയാന്ന് മാമി നോക്കിയില്ല, നോക്കട്ടെ, നമുക്ക് പങ്കുവെക്കാം. എന്തോ കഴിക്കാം. അകത്ത് കയറാൻ അപ്പുറത്തെ അപ്പൻ്റെ പേര് ഇവിടെ സമാധാന ചടങ്ങാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ വല്ലപ്പോഴും കാണാൻ പോകുമ്പോ, ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പോകുമ്പോ ചിലപ്പം ചെറുത് വാങ്ങിക്കും. എന്തോ പേസ്റ്റ് അമ്മമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പുറത്തൂടെ പറഞ്ഞോ ഇല്ലേ അടുക്കള? ഇവിടുത്തെ അടുക്കള വേണ്ട വാർത്തു. എല്ലാരും ചോദിക്കും ഇവിടുത്തെ അടുക്കള പണി എന്തുവാ. കണ്ടു, കുഞ്ഞടുക്കള വാർത്തിട്ടേക്കുക. കുക്കു അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് പാചകത്തിന് കയറുമെന്നൊക്കെയാണ് വാഗ്ദാനം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലെ പറഞ്ഞിട്ടുണ്ട്. നടക്കുവോ എന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഇരുട്ട പോയി പ്രാർത്ഥിച്ചേ. രാമൻ ചെല്ലാണ്ടില്ലേ പോയി പ്രാർത്ഥിക്കേ. മുറിക്കകത്ത് ലൈറ്റ് ഇടാ. അയച്ചു കഴിഞ്ഞു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷിനോട് പറയാ. എന്തോടുക്കുവോ? വാ പോക്കളെ, ഇരുട്ടി. രാവിലെ പോവണം, എന്നിട്ട് 12 മണിയാവുള്ളല്ലേ. അവിടെ നിന്ന് വന്നാൽ മതി, എന്നിട്ട് പോകണ്ട. 1 മണിയൊക്കെ ആവുള്ളില്ലേ, തീരും കേട്ടോ. എന്നിട്ട് പോകണ്ട അമ്മ. ഞാൻ ടീച്ചറിനോട് പറയാം അമ്മ മതിയാണ്. ഞാൻ ഇന്ന് രാവിലെ അങ്ങോട്ട് പോയപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചപ്പാത്തി മേടിച്ചുകൊണ്ട് കൊടുക്കണേന്ന്. ചപ്പാത്തി മേടിക്കാൻ കയറിയപ്പോൾ നമുക്ക് രാവിലത്തേക്ക് അപ്പം മേടിച്ചിട്ടുണ്ട്. കയറിയത് കൊണ്ട് മേടിച്ചതാട്ടോ. പിന്നെ കുറച്ച് മീൻ, 1/2 കിലോ ശീലാവ് മേടിച്ച് വറുത്ത്
ചോറുണ്ണാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു പ്രിയങ്ങളെ. നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള കുറേ പേര് ഇന്ന് രാവിലെ മുതൽ ഉച്ച കഴിയുന്നത് വരെ എൻ്റെ അടുക്ക വന്നു, കണ്ടു, മിണ്ടി, സന്തോഷം, സ്നേഹം, ആ ഒരു അടുപ്പം എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര തള്ളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തള്ളല്ല കേട്ടോ. വന്ന് എന്നെ കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും ആ ഒരു സ്നേഹവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഇല്ലാത്ത അത്രയും സ്നേഹം എന്നോട് കാണിച്ചവരാണ് വന്നവരെല്ലാവരും കേട്ടോ. അപ്പം 1-2 പേരെ ഞാൻ നേരത്തെ നമ്മുടെ ഡ്രസ്സിൻ്റെ റീസെല്ലിങ്ങിന് പരിചയപ്പെട്ടവരാണ്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളായിരുന്നു. അവരെയൊക്കെ കണ്ടു. ഡ്രസ്സിൻ്റെ റീസെല്ലിങ്ങിന് പരിചയപ്പെട്ട ഒരു ശൈലയുണ്ട്, ശൈലയും മോനുണ്ട്, ഫെലിക്സും കൂടിയാണ് വന്നത്. അവർ മൂത്ത ആളുണ്ട് ഷാരോൺ, നമ്മുടെ മുത്തിൻ്റെ ശരിക്കുള്ള പേര് ഷാരോൺ എന്നാട്ടോ. അവരെല്ലാവരും പുറത്താണ്, കുവൈറ്റിലാണ്. അപ്പോൾ ഇപ്പോൾ ഷാരോണിനെ ഇവിടെ തിരുവല്ലയിൽ അഡ്മിഷൻ എടുത്ത് ചേർത്ത് +2-ന്. അപ്പോൾ മോൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോയി വന്നപ്പോൾ എൻ്റെ അടുക്ക വന്നതാണ്. ഫെലിക്സും ഉണ്ടായിരുന്നു കൂടെ, മൂത്ത ആളില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങളെല്ലാം എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തു. നൂഡിൽസ് ഉണ്ടായിരുന്നു, ഇത് ഞാൻ പകുതി ജാനിക്കുട്ടിക്ക് മുന്നിലും കൊടുത്തു. ഡാർക്ക് ഫാൻറ്റസി ഉണ്ടായിരുന്നു, അത് ഞാൻ അവർക്ക് ഒരെണ്ണം കൊടുത്തു. പിന്നെ നമ്മുടെ വലിയ ചോക്ലേറ്റ്, നമ്മുടെ ഇങ്ങനെ ഒരു വലിയൊരു പാക്കറ്റിനകത്ത് കുറച്ച് ബാർസായിട്ട് ഇങ്ങനെ കൊടുക്കത്തില്ലേ, വൈറ്റ് കളർ, അതാണിത് കേട്ടോ. അത് ഞാൻ കുറച്ച് ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചു. അതിൻ്റെ ബാക്കി ഇത് മോനിക്കുട്ടിനുള്ളതാണ്. ഒരു പാർട്ട് പൊട്ടിക്കാത്തത് ജാനിക്കുട്ടിക്കും കുഞ്ഞുവിനും കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊരാൾ വന്നു എന്നെ വിളിച്ചുകൊണ്ട് പോയി. നമ്മുടെ ഓസിൻഹായുടെ ബേക്കറിയിൽ എന്തെങ്കിലും മോനിക്കുട്ടിന് മേടിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് മേടിക്കുന്നത്? ഞാൻ പറഞ്ഞു സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റത്തില്ല, എന്നെ വിളിച്ച് കൊണ്ടുപോയി. ഇത് മാത്രം എടുത്തത്, ഇത് ഓസിൻഹായി എടുത്താണ്. ഞാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. പിന്നെ ഉച്ച കഴിഞ്ഞൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം, കാണിക്കാം. ഞാനത് അജയനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചായിരുന്നു. കാണിക്കാം. ഇതുപോലെ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറിനകത്തൊക്കെ പൊടിയാണ് കൊണ്ടുവന്നത്. എന്താണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 6 എണ്ണമുള്ള ഒരു സെറ്റ് കേട്ടോ. നല്ല രസമുണ്ട് കളർ കണ്ടോ. ഇത് സ്നേഹം കൊണ്ടല്ല വിളിച്ചതെന്നുള്ളത് എനിക്കറിയാം. നിന്റെ ലവറാണോടി? നിന്റെ ലവറാണ്. ഓ എന്തോ ആണോ? ആ ആ ആ ആ എന്നോട് കൊച്ചോട് പറഞ്ഞ് ഇന്ന് സോമിനിയുടെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ. ആ നോക്കാം. മാമിയുടെ ബന്ധത്തിലുള്ള മാമിയുടെ ചേട്ടത്തിയുടെ റിലേഷനാണ്. അപ്പം അവരെല്ലാവരും ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയും മോളും കൂടെ. മോള് പ്രഗ്നന്റ് ആണ്. അപ്പം അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴി വന്ന് എന്തൊക്കെ വേണ്ടിയിട്ടൊക്കെ പോയി. ഇപ്പം എടുക്കണ്ട. സോമിനി മാമി ഞാൻ പറഞ്ഞില്ലേ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന്. മാമി ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിച്ചില്ലേ, മോനിക്കുട്ടൻ അവിടെ പോയ സമയത്ത് അവർ രണ്ടുപേരുടെ പൊതിച്ചോറ് വിൽക്കാനൊക്കെ പോയിരുന്നു. അപ്പൊ ഇന്ന് അവിടെ ഒരാള് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉള്ള ബ്ലോഗർമാരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാമിയുടെ കയ്യിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന പൊതിച്ചോറും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ കൊച്ചോൾ എന്നെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞായിരുന്നേ. അപ്പൊ മാമി ഇപ്പൊ അത് പറഞ്ഞതാണ്. നമുക്ക് നോക്കാം, ആരാണ് ഏത് ചാനലാണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളൊക്കെ ആയിട്ട് കടന്നുപോയി. അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ച് വരട്ടെ. എനിക്ക് വേണ്ട. പിന്നെ മീന് വറക്കണോ വേണ്ടോ എന്ന് ഓർക്കട്ടെ. അമ്മ ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് ഇവിടെ വന്നായിരുന്നു. ഇവിടെ നമുക്ക് ഈ തെങ്ങ് ഒന്ന് ഇങ്ങനെ കമ്പിയിട്ട് കെട്ടി വെക്കത്തില്ലേ, തെങ്ങ് ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ
അങ്ങനെ തെങ്ങ് കെട്ടാൻ രണ്ടുപേരും വന്നായിരുന്നു. അപ്പോൾ അവർ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇവിടെ കുറച്ച് ഇലച്ചിലൊക്കെ നിന്നത് കൂതി. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നായിരുന്നു അവർ വന്നപ്പോൾ. തേങ്ങ ഇട്ട് വെച്ചേക്കുന്ന ഒരുപാട് വിളഞ്ഞ തേങ്ങ, ഒരുപാട് നമ്മൾ ആ 2 തേങ്ങയിലും ഒരുപാട് തേങ്ങയില്ലായിരുന്നു, എന്നാലും ഉള്ളത് അവരിട്ടിട്ടുണ്ട്. അപ്പം വന്നപ്പം ചിക്കൻ അമ്മ ഇച്ചിരി ഇരുന്നത് വറുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇച്ചിരി കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കട്ടെ, അതുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അത് കഴിക്കാം. പിന്നെ ഞാൻ മാമിയുടെ ഇടയ്ക്ക് പിന്നെ അതെ മാമിക്ക് അപ്പുറത്തും 2 കൊടുത്ത് 2 ചീമച്ചൊക്കെ ഞാൻ ഒരെണ്ണം അടിച്ചു മാറ്റി കൊണ്ടുപോകും. അപ്പോൾ നമുക്കത് മെഴുക്കുവരട്ടി വെക്കാം. പിന്നെ എൻ്റെ പ്രിയങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ വോൾ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. ഇത് പാക്കറ്റ് വന്നിട്ടുണ്ട്. എനിക്കിത് ഒട്ടിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. പിന്നെ ഭയങ്കര ഇരുട്ടല്ലേ ഇതിനകത്ത് വീഡിയോ എടുക്കുമ്പോൾ. ഇങ്ങനത്തെ സ്റ്റിക്കറാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് ഒട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഇച്ചിരൂടെ വെട്ടവും വെളിച്ചമൊക്കെ വീഡിയോയ്ക്ക് വരുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഒരു പരിശ്രമിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പോയി കുളിക്കാം എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. വന്ന് കണ്ട് മിണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹം, ഒത്തിരി 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 സ്നേഹം. ലവ് യു ഓൾ. ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. എനിക്കങ്ങ് ക്ഷീണമായിട്ട്. ഇതാണ്ട് ഒട്ടിച്ച് ആ സൈഡ് കുറച്ച്, ഈ സൈഡ് ഫുള്ള് ഒട്ടിച്ച് കേട്ടോ. പക്ഷെ പാടാണ്, ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര പാടാണ്. നമുക്ക് ഒന്നാമത് അവിടെ നിൽക്കാനുള്ള ഒരു ഇതില്ല. മുകളില് ചിമ്മിനിയുടെ മുകളില് ഈർപ്പമുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ഒച്ച് അട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ടാങ്ക് ഇരിക്കുന്നത് കൊണ്ട് ഈർപ്പം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവികൾ വീഴും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഡോർ ഉണ്ടായിരുന്നു. അടുക്കളയ്ക്ക് 2 ഡോറായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ അങ്ങ് ക്ലോസ് ചെയ്യിച്ചു. അപ്പൊ അവിടെ ഒരു കതകും കട്ടില ഉണ്ടായിരുന്നു. അപ്പൊ ആ കതകിന്റെ ഒരു പീസ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ, റബ്ബർ ഷീറ്റൊക്കെ ഉണക്കാൻ വേണ്ടി നമ്മൾ കമ്പിയൊക്കെ അടിച്ചു വെക്കത്തില്ല, അങ്ങനെ കമ്പി അടിച്ചിട്ടുണ്ട് ഞാനപ്പം. ആ ഒരു കതകിന്റെ പാളി ഈ 2 കമ്പിയിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ, മോളിൽ നിന്നൊന്നും വീഴാതിരിക്കാൻ. അപ്പോൾ നമുക്ക് ഹൈറ്റ് പോരാ, അവിടെ നിൽക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് അതവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാൻ ഇങ്ങനെ പാടുപെട്ടെന്ന് നടുപ്പറിഞ്ഞു. അയ്യോ, എന്തായാലും കുറച്ച് വെളിച്ചം വീഴുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഈ കപ്പിടുന്ന ഒരു സ്റ്റാൻഡ് അടിച്ചു. ഇവിടെ നമ്മൾ ഈ സ്റ്റാൻഡും അടിച്ചേക്കുക. ഇനി ഇതെല്ലാം വലിച്ചിളക്കി സ്റ്റിക്കർ ഒട്ടിച്ച് അത് എടുത്തു വെക്കാന്ന് പറയുന്നത് ഇന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. സ്റ്റിക്കർ ഇനി ഇരിപ്പുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡ് ഒട്ടിക്കാം. ഇവിടെ ആയിരുന്നല്ലോ മെയിനായിട്ട് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അവിടെ ഒട്ടിച്ചു. എപ്പോഴെങ്കിലും ഇനി മൂഡ് തോന്നുവാണെങ്കിൽ ഇത് ഭാഗം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇവിടെ ആയിരുന്നു മെയിൻ പ്രശ്നം. ഭയങ്കര ഡാർക്ക്നെസ് തോന്നിയത് ഇവിടെ ആയിരുന്നു. ഇത് 2 സൈഡായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ ഞാൻ ചോറ് ചൂടാക്കി പ്രിയങ്ങൾ നമുക്ക് അത്താഴം കഴിക്കാം. മുത്ത് വിളിച്ചുടനെ ഞാൻ പറഞ്ഞു എന്നോട് വോൾ സ്റ്റിക്കർ ഒട്ടിച്ചെന്ന്. അമ്മ എന്തോമ്മ അവിടെ കാണിച്ചേ, അമ്മ അത് കാണിച്ചേ, വീഡിയോ കോൾ എടുത്തില്ല, ഫോട്ടോ എടുത്തില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാം എടുത്തിട്ട് കൊടുത്തു. ഇനി വരുന്നുള്ള കുറ്റമൊക്കെ പറയും. ഞാൻ ഇതിനകത്തൊന്നും എക്സ്പെർട്ട് അല്ലല്ലോ, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പം എന്ത് വേണേലും അവർക്കാകും. മോളിക്കുട്ടൻ നാളെ പേരൻസ് മീറ്റിംഗ് ഞാൻ പറയുന്നു. ടീച്ചേഴ്സിന് സ്വീറ്റ്സ് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധമാണ്. അപ്പം കഴിഞ്ഞ 2 ദിവസം എന്നോട് പറഞ്ഞു ലഡുവോ കേക്കോ മേടിച്ചോണ്ട് പറഞ്ഞു. ഞാൻ മറന്നുപോയി. ഇന്ന്
രാവിലെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നാളെ അപ്പം സ്കൂളിൽ വരെ പോകണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. മുറിച്ച് തരാം. ഇത് അവർക്ക് കൊടുക്കാൻ മേടിച്ച മാർബിൾ കേക്കാണ്. മോരുകറികളുടെ സ്കൂളാണ്. അമ്മ എനിക്ക് വെച്ചിട്ടുണ്ട്. രാവിലെ രാവിലെ അവയിൽ വേണ്ട പറയട്ടെ കഴിക്കാൻ പോകണം. കഴിച്ചിട്ട് വേണം കഴിച്ചിട്ട് വേണം നാളെ കുളിക്കാൻ പോകണം. അമ്മ മണി വരണ്ട. ഗുഡ് നൈറ്റ്. ടാറ്റാ, ഗുഡ് നൈറ്റ്. ചിക്കൻ വേണം ഇന്നത്തേക്ക്. വേണ്ട. കോൺഫ്ലോർ ഒക്കെ ഇട്ടത് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം കഴിക്കട്ടെ. നല്ലൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു. കഴിച്ചിട്ട് മരുന്നും കഴിച്ച് ഉറങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. പിന്നീട് ഈ പറയുന്ന പോലെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ സ്നേഹത്തോടെ ഓടി വരുന്ന എൻ്റെ ചക്രമുത്തുമണികളോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. എന്നെങ്കിലും കാണാൻ കഴിയട്ടെ. എല്ലാവരെയും ഈശ്വരന് സമർപ്പിക്കുന്നു പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.